ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസ് ആണ്. എഡിക്വിറ്റി പാറ്റേണിൽ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് പാർട്ട് ഓഫ് വീഡിയോ ആണ്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് പോവാം. ലൈക്ക് ഓൾവേസ് സേ, പോസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് എൻ്റെ കൂടെ ഫോളോ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എറർ സ്പോട്ടിംഗ് ആണ്. Much efforts have been made by the development team to reduce the application's loading time without compromising features. ഇവിടെ എന്താണ് എഫേർട്സ് എന്നൊരു സംഭവമുണ്ട്. ലൈക്ക് ഐ സെഡ്, സബ്ജക്റ്റും വേർബും എഗ്രി ചെയ്യുന്നുണ്ടോ നോക്കുക. എഫേർട്സ് എന്താണ്? എഫേർട്സ് ഇസ് എ പ്ലൂറൽ അല്ലേ? എഫേർട്സ് കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലൂറൽ നൗൺ ആണ്. ആൻഡ് അതിന് മുന്നേ മച്ചാണോ വരിക? അല്ല, മെനി ആണ് വരേണ്ടത്. Many efforts have been made by the development team to reduce the application's loading time because it's a countable noun. Many കഴിഞ്ഞ് കണ്ടോ, പ്ലൂറൽ ആണ്. അത് കഴിഞ്ഞ് ഹാവ് വന്നു, which is all right. മച്ചിന്റെ കൂടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് ഓർമ്മയുണ്ടോ? മച്ച് കഴിഞ്ഞപ്പോഴും സിംഗുലർ ആണ്. ഇവിടെ എഫേർട്സ് ഇസ് പ്ലൂറൽ, അപ്പൊ മച്ച് വിൽ നെവർ കം there. സോ മെനി എഫേർട്സ് ഹാവ് ബീൻ മെയ്ഡ് എന്നുള്ളതാണ് കറക്റ്റ്. സോ റോങ് ഫസ്റ്റ് ഓപ്ഷനിലാണ് തെറ്റുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. We enjoyed very much at the party. തെറ്റാണ്. അതെങ്ങനെ നമ്മൾ ശരിയാക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഈ എൻജോയ്ഡ് എന്നുള്ള വേർബ് കണ്ടോ? There are some verbs which are always followed by reflexive pronouns. Reflexive pronounsന്റെ എക്സാമ്പിൾസ്, ലൈക്ക് ഐ സെഡ്, ഐ എം ഓൾറെഡി ഹോപ്പിംഗ് ദാറ്റ് നിങ്ങൾക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച് റിവൈസ് ചെയ്ത കുട്ടികളാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. റിഫ്ലെക്സീവ് പ്രോനൗൺസ് എന്താണ്? അവർ സെൽഫ്, മൈ സെൽഫ്, ഹിംസെൽഫ്, herself എന്നൊക്കെ പറയുന്നതാണ് എന്താണ്? റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് അല്ലേ? There are some words which should always be followed by a reflexive pronoun. One of the examples being enjoyed. Enjoyed should always be followed by a reflexive pronoun. അപ്പോൾ ഇവിടെ എന്ത് വരും? We enjoyed ourselves very much, which is the right. Ourselves ഉണ്ട്, ഇവിടെ reflexive pronoun ആഡ് ചെയ്യണം. There are other, എന്താ പറയുക, വേറെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. Avail, acquit, introduce. Please introduce yourself എന്നല്ലേ നമ്മൾ പറയുന്നത്. I am introducing myself. കാരണം എന്താ, ഇൻട്രൊഡ്യൂസ് കഴിഞ്ഞ് there should always be a reflexive pronoun. Enjoy കഴിഞ്ഞും reflexive pronoun വരണം. So we enjoyed ourselves very much. That is the answer to this question. Next questionലേക്ക് പോവാം. ഇഡിയത്തിന്റെ മീനിങ് പറയാനാണ്. ലൈക്ക് ഐ സെഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. വെക്കാബ് ബിൽഡ് ചെയ്തേ പറ്റുള്ളൂ. സിനോണിംസും വൺ വേർഡും ഇഡിയംസും ഒക്കെ പഠിച്ചു വെക്കുക, ആന്റോണിംസും ഒക്കെ. സോ എന്താണിത്? ക്യാരി കോൾസ് ടു ന്യൂ കാസിൽ എന്നുള്ള ഇഡിയമാണ് ഇവിടെ വന്നേക്കുന്നത്. ക്യാരി കോൾസ് ടു ന്യൂ കാസിൽ അറിയോ എന്താണ്? പ്രൊവൈഡ്. ന്യൂ കാസിൽ ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരു ഏരിയ ആണല്ലേ, അവിടെ ഓൾറെഡി കോൾ ഉണ്ട്. ഇത് നീ ആയിട്ട് കോൾ കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോ പ്രൊവൈഡ് സംതിങ് വേർ ഇറ്റ് ഇസ് ഓൾറെഡി അബണ്ടന്റ്. അവിടെ ഓൾറെഡി കുറെ കോൾ ഉണ്ട്, സോ യു ഡോണ്ട് ഹാവ് ടു ക്യാരി ഇറ്റ്. അതാണ് ക്യാരി കോൾസ് ടു ന്യൂ കാസിൽ എന്ന് പറയുന്നതിന്റെ ഇഡിയത്തിന്റെ മീനിങ്. സോ ഓൾറെഡി അവിടെ കുറെ സാധനം ഉള്ളത് നിങ്ങളും കൂടെ പോയി അബണ്ടന്റ് ആക്കണ്ട എന്നുള്ളതിന്റെ മീനിങ് ആണ് carry coals to Newcastle. Next question. He spoke so dash that even abstruse theories seemed digestible എന്നാണ് പറയുന്നത്. ഈ spoke എന്താ ഇവിടെ? Spoke is a verb അല്ലേ? അപ്പൊ ആ spoke എന്നുള്ള വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സാധനമാണ് ഇവിടെ വരേണ്ടത്. Which should be what? An adverb. വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് adverb, noun ഡിസ്ക്രൈബ് ചെയ്യുന്നത് adjective. Basic grammar. So he spoke so എന്താണ്? adverb form of lucid. lucidly. നേരത്തെ നമ്മൾ coveredly ഒക്കെ പറഞ്ഞില്ലേ? Same thing. He spoke so lucidly that even abstruse theories seemed. നമുക്ക് ആ സെന്റൻസിലെ സബ്ജക്റ്റും വേർബും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അപ്പോഴേക്കും adverb ഇടണം, adjective ഇടണോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. It was the misalignment between projected and actual data that cast doubt not only on the calculations but also on the assumptions that underlied the funding strategy. നമ്മൾ പഠിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇത്തിരി എക്സെപ്ഷണൽ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ഒക്കെയാണ്. ഇവിടുത്തെ എറർ ഇസ് ഇൻ ദിസ് തിങ്, അണ്ടർലൈഡ്. അണ്ടർലൈഡ് എന്നുള്ളൊരു സാധനം ഇല്ല. ലേ, ലേയുടെ പാസ്റ്റ് ടെൻസ് ഇസ് ലേ. അതിന്റെ V3 ഇസ് ലെയിൻ. സോ അണ്ടർലൈഡിന്റെ അണ്ടർലേയുടെ പാസ്റ്റ് ടെൻസ് ഇസ് അണ്ടർലേ തന്നെ എഴുതിയാൽ മതി. ഇവിടെ ലേ അല്ല, ലൈ ആണ്. ലൈ.
സോ ലൈ ആണ് പ്രസന്റ് ടെൻസ്, V2 is lay, lane. ഇവിടെ അണ്ടർ ലൈന്റെ പാസ്റ്റ് ടെൻസ് എന്ത് വരും? അണ്ടർ ലേ. ആസ് സിമ്പിൾ as that. ഈ ലൈന്റെ അർത്ഥം എന്താ? അടിയിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഓൺ ദ ഫ്ലോർ, ലൈ ഓൺ ദ ബെഡ് എന്നൊക്കെ പറയുന്നതാണ് ഈ ലൈ. അതർ ഒരു ലൈൻ കൂടെ ഇല്ലേ? കള്ളം പറയുന്ന ലൈൻ എന്താണ്? ലൈ, ലൈഡ്, ലൈഡ്. ഇനി ഒരു ലൈഡ് ഉണ്ട്, ലേ ദ ഷീറ്റ്സ്, പിന്നെ ഹെൻ ലേസ് ദ എഗ്സ്. ആ ലേ ഉണ്ടല്ലോ, ആ ലേക്ക് എന്ത് വരും? ആ ലേ ഇസ് ലേ, ലേഡ് ആൻഡ് ലേഡ്. സോ ദർ ആർ 3 ടൈപ്പ് ഓഫ് ലൈ. ഈ ലൈ എന്ന് പറഞ്ഞാൽ ലൈ ഓൺ ദ ബെഡ് എന്ന് പറയുന്ന പോലെ, വിച്ച് ഇസ് ദ ലൈ ഇവിടെയും അണ്ടർലൈങ് ദ ബേസിക് സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ അണ്ടർലൈയുടെ പാസ്റ്റ് ടെൻസ് അണ്ടർ ലേ, വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. അപ്പൊ ഇവിടെയാണ് തെറ്റുള്ളത്. ലൈക്ക് ഐ സെഡ് 3 ടൈപ്പ് ഓഫ് ലൈ ഉണ്ട്. ദിസ് ലൈ ഇസ് കിടക്കുന്നത്, ഇതിപ്പം കള്ളം പറയുന്ന ലൈ ആണ്. ദിസ് ഇസ് ലൈക്ക് ഹെൻ ലേസ് എഗ്സ് എന്ന് പറയുന്ന സംഭവമാണ്. സോ എവിടെയാണ് എറർ? ഫോർത്തിലാണ് എറർ ഉള്ളത്. അണ്ടർ ലേ എന്നാണ് പറയുന്നത്. അണ്ടർ ലൈഡ് ഇസ് എ റോങ് വേർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് സ്പീച്ച് കൺവേർഷൻ ആണ് ചോദിക്കുന്നത്. നേരത്തെ പഠിച്ച സാധനമാണ്. ഹി ഒബ്സർവ് ദാറ്റ് ഹാഡ് മാർക്കറ്റ് ലിക്വിഡിറ്റി വാനിഷ്ഡ് എൻറ്റയർലി, ദ എക്സ്ചേഞ്ച് വുഡ് ഹാവ് സസ്പെൻഡഡ് ട്രേഡിംഗ്. എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? വേഗം പറയൂ. നമ്മൾ ഓൾറെഡി 3-4 ക്വസ്റ്റ്യൻ ചെയ്തതാണ് ഇതിന്റെ. ഇറ്റ്സ് എ കണ്ടീഷണൽ സെന്റൻസ് അല്ലേ? കണ്ടീഷണൽ വന്നുകൊണ്ടാണ് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നു. നമ്മൾ എന്ത് പറയും? പാസ്റ്റ് പെർഫെക്റ്റിന് എന്താ? അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഹി സെഡ് ഹാഡ് മാർക്കറ്റ് ലിക്വിഡിറ്റി വാനിഷ്ഡ് എൻറ്റയർലി, the exchange would have suspended trading. There should not be any change അല്ലേ? അപ്പോൾ കണ്ടീഷണൽ സെന്റൻസ് ആകുമ്പോൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഡയറക്റ്റ് സ്പീച്ച് ഹാഡ് ദ മാർക്കറ്റ് ലിക്വിഡിറ്റി വാനിഷ്ഡ്, നമ്മൾ കുറച്ച് നേരമായിട്ട് പറയുന്ന സാധനമാണ്. ഹാഡ് ആണ് വരുമ്പോൾ ഇറ്റ്സ് എ കണ്ടീഷണൽ സെന്റൻസ് ആൻഡ് യു ഡിഡ് നോട്ട് ചേഞ്ച് ഇറ്റ്. അങ്ങനെ തന്നെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഡിയമാണ്. ഇൻ ദ ഡോൾ ഡ്രംസ് എന്നാണ് പറയുന്നത്. ഇൻ ദ ഡോൾ ഡ്രംസ് എന്ന് പറഞ്ഞാൽ എന്താ? The answer is in a state of depression or inactivity. നമ്മള് വളരെ എളുപ്പമുള്ള സംഭവമാണ്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കോഡ് വെച്ച് പഠിക്കാനാണെങ്കിൽ ഡോൾ ഡ്രംസ്, ഡോളോ ഒക്കെ കഴിക്കുന്നത് നമുക്ക് വയ്യാണ്ടാവുമ്പോഴല്ലേ, ഇനാക്ടിവിറ്റി ആവുമ്പോഴല്ലേ നമ്മൾ ഡോളോ കഴിക്കുന്നത്. അപ്പോൾ ഇൻ ദ ഡോൾ ഡ്രംസ് മീൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷൻ ഓർ ഇനാക്ടിവിറ്റി. വെരി സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഇഡിയമാണ്. നമുക്ക് കുറെ കണ്ടിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. A farmer split within a religious organization. അതിന്റെ ആൻസർ എന്താണ്? ഇറ്റ് ഇസ് ദിസ്. ഇറ്റ് ഇസ് കോൾഡ് സീസം. സീസം എന്നാണ് ഒരു റിലീജിയസ് ഓർഗനൈസേഷനിൽ ഒരു സ്പ്ലിറ്റ് നടക്കുമ്പോൾ ഇറ്റ്സ് കോൾഡ് സീസം. സെഡിഷൻ എന്താ? ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. സെഡിഷൻ മീൻസ് ഒരു സ്പീച്ച് ദാറ്റ് ഇസ് മെയ്ഡ് ടു കോസ് എ റെബലിയൻ. ഒരു വാർ കോൾ ഒക്കെ പോലെ നമുക്ക് റെബലിയൻ നടത്താൻ വേണ്ടി, ഇൻസൈറ്റ് റെബലിയൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന സ്പീച്ചാണ് സെഡിഷൻ. ഹെർസി എന്താ? ഹെർസി ഈസ് ഒരു പോപ്പുലർ ആയിട്ടുള്ള ബിലീഫിന് കോൺട്രഡിക്ടറി ആയിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴാണ് അതിനെ ഹെർസി എന്ന് പറയുന്നത്. ആൻഡ് അപ്പോസ്റ്റസി ഈസ് എന്താ? അപ്പോസ്റ്റേറ്റ് ആയ ആള് അവരുടെ ബിലീഫ്സിനെ അവർ വിട്ടു, അവർ ഇനി അതിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള ആൾക്കാരാണ് അപ്പോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓർ അപ്പോസ്റ്റസി ഇസ് ദ ഫോം ഓഫ് ദാറ്റ് വേർഡ്. അപ്പോൾ ഇതിനെന്താ ഉത്തരം? ഫോമർ സ്പ്ലിറ്റ് വിത്ത് റിലീജിയസ് ഓർഗനൈസേഷൻ ഈസ് സീസം. സീസം ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Only after years of archival research did the historian manage to dash the contradictory accounts of the regime's collapse. നമുക്ക് ആ വേർഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബേസിക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റൻ ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് വെക്കാൻ അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുവരാം. റിട്രാക്റ്റിന്റെ മീനിങ് എന്താ? തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. റിവൈസസ്, യു റിവൈസ് ഓവർ ദ ചാപ്റ്റേഴ്സ്. റീകൺസൈൽ എന്താ? വീണ്ടും യോജിക്കുക. രണ്ട് തെറ്റായിട്ട് നിന്ന കാര്യങ്ങളെ വീണ്ടും യോജിപ്പിക്കുന്നതാണ് റീകൺസൈൽ എന്ന് പറയുന്നത്. റിവർബറേറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു എക്കോസ്, സൗണ്ട് റിലേറ്റഡ് ആണ് റിവർബറേറ്റ്. ഇപ്പൊ റിവർബറേറ്റ് ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. റീകൺസൈൽ നോക്കൂ, കോൺട്രഡിക്ടറി ആയുള്ള രണ്ട് അക്കൗണ്ട്സ്. ഞാൻ എന്താ പറഞ്ഞ? റീകൺസൈലിന്റെ മീനിങ് രണ്ട് തെറ്റായി നിൽക്കുന്ന, രണ്ട് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ, രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സാധനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതല്ലേ റീകൺസൈൽ. സോ ദാറ്റ് വുഡ് ബി ദ കറക്റ്റ് ആൻസർ. വേറെ ഒന്നും അവിടെ വരില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈക്ക് ഐ സെഡ്, നമുക്ക് വേർഡ്സിന്റെ മീനിങ് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് നോക്കിയേ, ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ കംസ് വിത്ത് അസ്. എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ഇറ്റ്സ് സംതിങ് ദാറ്റ് വാസ് ആസ്ക്ഡ് ഇൻ CHSL a lot. ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ഒരു ഫേവറേറ്റ് പുതിയൊരു ടോപ്പിക് ആയിരുന്നു. ആൻഡ് പീപ്പിൾ ഗോട്ട് എ ബിറ്റ് കൺഫ്യൂസ്ഡ് ബിക്കോസ് നമുക്ക് അറിയാത്തൊരു സാധനമായിരുന്നു. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു സബ്ജങ്ക്റ്റീവ് മൂഡ്. സബ്ജങ്ക്റ്റീവ്
മൂഡ് എന്നാണ് ഇങ്ങനത്തെ സെന്റൻസസിനെ പറയുന്നത്. ലൈക്ക് ഐ സെഡ്, ഇവിടെ മൂഡ് ഉണ്ട്. നമ്മുടെ ഇമോഷൻ, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് വാട്ട് വി ഫീൽ ഇസ് വാട്ട് ഇസ് കൺവേഡ് ത്രൂ ഈ സബ്ജക്റ്റീവ് മൂഡ്. ഇറ്റ്സ് എ ഡിമാൻഡ് അല്ലെങ്കിൽ വിഷ് അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസൈസ്. ഇതൊക്കെ ചെയ്യുന്നതാണ് സബ്ജക്റ്റീവ് മൂഡ് സെന്റൻസസ്. ഇവിടെ നോക്കുക, ആ കുട്ടി ഇൻസിസ്റ്റ് ചെയ്യാണ് അല്ലേ? ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു വേർബും ആണ്, അതിന്റെ മൂഡും കൂടെ. അത് ഭയങ്കര വാശി പിടിക്കുകയാണ്. ഇറ്റ്സ് എ സബ്ജക്റ്റീവ് മൂഡ് സെന്റൻസ്. സോ ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ കംസ് വിത്ത് us. Whenever the sentence is in a subjunctive mood, the verb should always be in the base form. Just a base formula, and there should be no s. സിംഗുലർ ആവുമ്പോൾ എസ് എഴുതണം. നമ്മൾ ഹീ സിങ്സ് വെൽ, ഹീ സിംഗുലർ ആണ്, അപ്പൊ സിംഗിന്റെ കൂടെ എസ് വേണം എന്നൊക്കെ ഉണ്ട്. ഇവിടെ ഷീ ആണ്, അപ്പൊ സിംഗുലർ വേർബ് ആണ്. നല്ല തെറ്റാണ്. സബ്ജക്റ്റീവ് മൂഡ് സെന്റൻസസിന് ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ജസ്റ്റ് ദ ബേസ് ഫോം. എസ് ഒന്നും ആഡ് ചെയ്യേണ്ട. യു ഡോണ്ട് ഹാവ് ടു കൺസിഡർ ദ സിംഗുലാരിറ്റി ഓർ പ്ലൂറാലിറ്റി. എന്ത് വന്നാലും അതിന്റെ ഇത് ബേസ് ഫോമിൽ അങ്ങ് എഴുതുക. ഇവിടെ എന്ത് വരും? ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ കം വിത്ത് us. ഷീ കെയിം വിത്ത് us, സോറി, എന്താ ഇൻസിസ്റ്റഡ് അല്ലേ? അപ്പോ ഷീ കെയിം വിത്ത് us. ദാറ്റ് ഇസ് ദ കറക്റ്റ്. അപ്പൊ ഇത് ഷീ ഇൻസിസ്റ്റ് എന്നാണ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എന്താവും? ഷീ കം വിത്ത് us now. As simple as that. It's called a subjunctive mood. Very important. കുറച്ച് CHSL നൊക്കെ നന്നായിട്ട് ചോദിച്ച ഏരിയ ആണ്. She insisted that she, ഇവിടെ came with us because it's a base form. So suppose ഇവിടെ she insists ആണെങ്കിൽ എന്ത് വന്നേനെ? come വന്നേനെ അല്ലേ? Like I said, base form ൽ എഴുതാം. It should never be comes. Okay ആണല്ലോ? Next question. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്റ്റ് സ്പീച്ച് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. You can read the question. It's a big question. He speculated that had stochastic volatility been incorporated, the valuation would perhaps have been more conservative. എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? നമ്മൾ കുറച്ച് നേരമായിട്ട് പഠിക്കുന്നതാണ്. ഇറ്റ് ഇസ് എ കണ്ടീഷണൽ സെന്റൻസ്. അത് ചെയ്തിരുന്നെങ്കിൽ ഇത് നടന്നേനെ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുള്ള സെന്റൻസ് അല്ലേ? അപ്പൊ കണ്ടീഷണൽ സെന്റൻസ്. അപ്പൊ എന്ത് ചെയ്യണം? അതേപോലെ ഹാഡ് വെച്ച് തന്നെ എഴുതുക, വേറെ ഒന്നും മാറ്റണ്ട. അപ്പോ ഇത് വുഡ് ബി എന്ന് പോരല്ലോ, വുഡ് പെർഹാപ്സ് ഒക്കെ വേണ്ടേ? അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ. He speculated had stochastic volatility been incorporated, the valuation would have pervades. അതേപോലെ എഴുതുക. There should not be change in conditional sentence. ഒരു ചേഞ്ച് നടത്തരുത്. നമ്മൾ 3-4 ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സെയിം പാറ്റേൺ ചെയ്യുന്നത്. Should not change anything. Next question. To chew the cud of reflection. ഇതിന്റെ ഇഡിയമാണ് ചോദിച്ചേക്കുന്നത്. chew the cud എന്താ? cud എന്താണെന്നറിയോ? നമ്മുടെ പശുക്കളൊക്കെ നിന്ന് ചവച്ച് തിന്നതാണ്. chew the cud of reflection ഉണ്ട്. When do you reflect? You reflect yourself while thinking about it, അല്ലേ? അപ്പം ആലോചിക്കുന്ന ഒരു കാര്യം അവിടെ വരണം എന്നുണ്ട്. ഈറ്റിംഗ് മാത്രമല്ല, റിഫ്ലക്ഷൻ എന്നൊരു വേർഡും കൂടെ ഉണ്ട്. എന്താണ് അപ്പം? പോണ്ടറിങ് ഡീപ്ലി. വാട്ട് ഇസ് പോണ്ടർ? പോണ്ടറിന്റെ മീനിങ് എന്താ? ഇറ്റ്സ് കോൾഡ് തിങ്കിങ്. തിങ്കിങ്ങിനുള്ള വേറൊരു വേർഡാണ് പോണ്ടർ. അപ്പം chew the cud of reflection മീൻസ് ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കണം. ഡീപ്പ് തോട്ട് വരുന്നത് പോണ്ടറിങ് ഡീപ്ലി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചേക്കുന്നത്. എക്സ്ട്രീംലി ഓൾഡ് ഫാഷൻ ബിലോങ്ങിങ് ടു എ ടൈം ബിഫോർ ദ ബിബ്ലിക്കൽ ഫ്ലഡ്. ബിബ്ലിക്കൽ ഫ്ലഡ് അവിടെ ഉണ്ട്. ദ ആൻസർ ഇസ് ആന്റിഡിലൂവിയൻ. ഇതാണ് പഴയ ഓൾഡ് ഫാഷൻ. നമ്മൾ ബിബ്ലിക്കൽ ഫ്ലഡിനെക്കാളും മുന്നേ ഉള്ള സാധനത്തിൽ പറയുന്നത് ആന്റിഡിലൂവിയൻ ആണ്. വേറെ ഇവിടെ നോക്കൂ, ഒബ്സലീറ്റ് എന്താ? ഒബ്സലീറ്റ് ഇസ് ഓൾസോ ഓൾഡ് ഫാഷൻഡ് ഓർ ലൈക്ക് നോ ലോങ്ങർ ഇൻ യൂസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് അല്ലേ? പക്ഷെ ഇവിടെ ബൈബിളിക്കൽ ഇതിൽ പറയുന്നുണ്ട്. അപ്പോ ഒബ്സലീറ്റ് അല്ല ഉത്തരം. വെറുതെ നോ ലോങ്ങർ ഇൻ യൂസ് അല്ലെങ്കിൽ പഴയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒബ്സലീറ്റ് വുഡ് മേക്ക് സെൻസ്. പക്ഷെ ഇവിടെ ബിബ്ലിക്കൽ ഫ്ലഡിന് മുന്നേ എന്ന് പറയുന്നതുകൊണ്ട് ആന്റിഡിലൂവിയൻ ഇസ് ദ ആൻസർ. ടെയിലും മിഡീവലും ഒക്കെ നമുക്ക് അറിയുന്ന ടെയിൽ ഇസ് എ സ്റ്റോറി, മിഡീവൽ ഇസ് ലൈക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള പോലത്തെ സാധനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എറർ സ്പോട്ടിംഗ് ആണ്. The draft policy outlines that each employee must adhere to the code of conduct irrespective of their position. Subject verb agreement ആണോ എന്ന് നോക്കൂ എല്ലാവരും. ഡ്രാഫ്റ്റ് പോളിസി എന്താണ് പറയുന്നത്? ഈച്ച് എംപ്ലോയി ആണ്. ഓരോ എംപ്ലോയിയും. ഇറ്റ്സ് സിംഗുലർ. ബാക്കിയെല്ലാം സിംഗുലർ ആണോ? അല്ല. ഇവിടെ നോക്ക്, ദേർ. ദേ എന്താണ്? ദേ ഇസ് എ പ്ലൂറൽ ഫോം. ഈച്ച് എംപ്ലോയി ഓരോരുത്തരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരണം? അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് മാസ്കുലിൻ പ്രോനൗൺ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രയോറിറ്റീസ് ഗിവൻ ടു മാസ്കുലിൻ പ്രോനൗൺ. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് പൊസിഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. ദേർ പറയരുത്. ബിക്കോസ് ഈച്ച് എന്താണ്? ഈച്ച് സിംഗുലർ ആണ് അല്ലേ? ഈച്ച് സിംഗുലർ ആകുമ്പോൾ ഇവിടെ സിംഗുലർ ആവണ്ടേ?
ഹിസ് പൊസിഷൻ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വോയിസ് ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. മാൻ തിങ്സ് ദാറ്റ് ഹി ക്യാൻ കൺട്രോൾ എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ്. നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച ക്വസ്റ്റ്യൻ ആണിത്. മാൻ തിങ്സ് എന്നാണ് പറയുന്നത്. മാൻ തിങ്സ് വാട്ട്? ദാറ്റ് ഹി ക്യാൻ കൺട്രോൾ എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്. വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഇസ് എ ക്ലോസ് അല്ലേ? അപ്പോ ഒബ്ജക്റ്റ് ഒരു ക്ലോസ് ആവുമ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഇറ്റ് ഇസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. വി ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് ഇറ്റ് ഇസ് തോട്ട് ബൈ മാൻ ദാറ്റ് ഹി കുഡ് കൺട്രോൾ എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെന്റൻസിനോട് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് എന്താന്ന് കിട്ടുന്നു? മാൻ തിങ്സ് വാട്ട്? ദാറ്റ് ഹി ക്യാൻ കൺട്രോൾ എവറിത്തിങ്. അതൊരു ഫുൾ ക്ലോസ് ആണ്, ഒരു സബ്ജക്റ്റും വേർബും ഉള്ളതാണ് അല്ലേ? ആ ക്ലോസ് വരുമ്പോൾ യു ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ് ഇസ്. ഓക്കെ അല്ലേ? ഓൾറെഡി പഠിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എറർ സ്പോട്ടിംഗ് ആണ്. As he had taken only a few sips, there was still little water left in the bottle. ഇതാണ് നമ്മുടെ കുറച്ച് വെള്ളം കുടിച്ചു, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, കുറച്ച് സിപ്പ് അയാൾ എടുത്തുള്ളൂ, അപ്പൊ ബാക്കി അതിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്താ തെറ്റ്? ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ലിറ്റിൽ വാട്ടർ മീൻസ് നോ വാട്ടർ. അതാണ് ഇവിടുത്തെ മീനിങ്? അല്ല. ഇവിടുത്തെ മീനിങ് എന്താ? കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു എന്നല്ലേ പറയണേ. അപ്പൊ എന്താവണം? എ ലിറ്റിൽ. എ ലിറ്റിൽ ഇസ് എ കറക്റ്റ് ആൻസർ. കുറച്ച് ബാക്കി ഉണ്ട് എന്നാണ് പറയുന്നത്. എ ലിറ്റിൽ. വെറും ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് നോ വാട്ടർ, വിച്ച് ഇസ് റോങ്. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് അതല്ല. എ ലിറ്റിൽ എന്ന് പറയുന്നതാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഡിയത്തിന്റെ മീനിങ് ആണ് ടു ക്രൈ സ്റ്റിങ്കിങ് ഫിഷ്. എന്താണ് ഇതിന്റെ മീനിങ്? To cry stinking fish means to undervalue one's own worth or effort. സെൽഫ് ഡെപ്രിസിയേഷൻ എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ. നമ്മൾ സ്വയം ക്രെഡിറ്റ് കൊടുക്കാതെ, സ്വന്തം എഫേർട്ട് ഒന്നും ക്രെഡിറ്റ് കൊടുക്കാത്ത ആൾക്കാരില്ലേ, അവരാണ് ടു ക്രൈ എ സ്റ്റിങ്കിങ് ഫിഷ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ടു റിമെമ്പർ ഇറ്റ്, ടു ഇപ്പം ഇഡിയംസിന് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഐ ഫോം എ സ്റ്റോറി അറൌണ്ട് ഇറ്റ് സോ ദാറ്റ് ഇറ്റ്സ് ഈസി ടു റിമെമ്പർ. ഇപ്പോൾ ടു ക്രൈ സ്റ്റിങ്കിങ് ഫിഷ്, ഒരു മനുഷ്യൻ ഒരു മീൻ പിടിക്കാൻ പോയപ്പം സപ്പോസ് ഈ കോട്ട് 15 നല്ല ഫിഷ് പിടിച്ചു, ഒരെണ്ണം മാത്രം ഇത്തിരി കേടായിരുന്നു. പക്ഷെ അയാൾ ആ ഒരെണ്ണത്തിനെ ബേസ് ചെയ്ത് മാത്രം കരയുമ്പോൾ അയാൾ 15 മീൻ പിടിച്ചതിന്റെ എഫേർട്ടിനെ അയാൾ അണ്ടർവാല്യൂ ചെയ്യല്ലേ? ദാറ്റ് ഇസ് ദ സെയിം തിങ്. ടു അണ്ടർവാല്യൂ വൺസ് ഓൺ വർത്ത് ഓഫ് ഫിയർ ആണ് അതിന്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. An allowance made to a wife by her husband when they are legally separated. ഇതിന്റെ എന്താണ് അതിനെ പറയുന്നത്? ഇറ്റ്സ് ആലിമണി. ആലിമണി എന്നാണ് അതിനെ പറയുന്നത്. ഡിവോഴ്സ് കഴിഞ്ഞ് ഹസ്ബൻഡ് കൊടുക്കേണ്ട സാധനമാണ്, സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആലിമണിയാണ് കൊടുക്കേണ്ടത്. വാട്ട് ഇസ് പാർസിമണി? പാർസിമണി ഇസ് എ മൈസർ പേഴ്സൺ. കഞ്ചൂസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പാർസിമണി എന്ന് വിളിക്കുന്നത്. മാട്രിമോണി നമുക്കറിയാം, ഓണറേറിയം ഓൾസോ. നമുക്ക് റിട്ടയർ ആയിട്ട് ഓണററി ആയിട്ട് കൊടുക്കുന്ന പൊസിഷൻസ് ആണ് ഓണറേറിയം. സോ പാർസിമണി ഇസ് മൈസർ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആലിമണി എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാസീവ് ടു ആക്റ്റീവ് ഫോം ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിൾ. മെയ്ഡ് ടു. മെയ്ഡ് ടു എന്താണ്? മെയ്ഡ് കഴിഞ്ഞ് ബെയർ ഇൻഫിനിറ്റീവ് ഉണ്ട്. അപ്പം ആക്റ്റീവില് ജസ്റ്റ് മെയ്ഡ് എന്ന് മതി. എവിടെയാന്ന് നോക്ക്. The audience was made to believe that the product was revolutionary. The presenter made the audience believe the product was made എന്ന് വരുന്നത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എളുപ്പമായിട്ട് പോവാം. നമ്മൾ ഓൾറെഡി പഠിച്ച റൂളാണ്. മെയ്ഡ് കഴിഞ്ഞ് ബെയർ ഇൻഫിനിറ്റീവ് കൊടുക്കണം. took pain എന്നുള്ളത് അവിടെ തെറ്റാണെന്നാണ് അവർ പറയുന്നത്. എങ്ങനെ ഇത് മാറ്റും? ഫ്രേസൽ വേർബ് ആണിത്. took pain എന്നുള്ളതല്ല ഫ്രേസൽ വേർബ്. The correct thing is took pains. ഇതാണ് കറക്റ്റ് യൂസേജ്. പെയിൻ എന്ന് പറഞ്ഞാൽ പോരാ. ഇറ്റ്സ് എ ഫ്രേസൽ വേർബ് ദാറ്റ്സ് വെരി കോമൺലി യൂസ്ഡ് ആൻഡ് യു ഷുഡ് നോ. took pains എന്നാണ് പറയുന്നത്. So that's the correct answer. He took pains to finish the task on time. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനാണ് പറയുന്നത്. She said, let him not be disturbed during the meeting. അല്ലേ? അപ്പൊ എന്താ? She said അയാൾ ഒരു സജഷൻ ആണ് കൊടുത്തിരുന്നത് അല്ലേ? She advised that ഈ ലെറ്റിനെ നമ്മൾ എപ്പോഴും മാറ്റുമ്പോൾ there should be a should. ലെറ്റിനെ നമ്മൾ തിരിച്ചു മാറ്റാണ്. ടു ഇൻഡയറക്റ്റ് സ്പീച്ച് മാറ്റുമ്പോൾ ഷുഡ് അവിടെ വെക്കണം. അപ്പൊ എന്ത് വരും? She advised that he should not be disturbed. അല്ലെ? ഇതൊരു അഡ്വൈസ് ആണ്.
ലെറ്റ് ഹിം നോട്ട് ബി ഡിസ്റ്റർബ്ഡ്. അപ്പൊ ലെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഷുഡ് ആക്കണ്ടേ. അപ്പോ ഷീ അഡ്വൈസ് ദാറ്റ് ഹി ഷുഡ് നോട്ട് ബി ഡിസ്റ്റർബ്ഡ്. കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ലെറ്റ് വരുമ്പോ എപ്പോഴും ഷുഡ് ആക്കണം. ഇതാണ് ഇവിടുത്തെ റൂള്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറസ്പോണ്ടിങ് ഡയറക്റ്റ് സ്പീച്ച് ആണ് ചോദിച്ചേക്കുന്നത്. എങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്? നമ്മൾ കുറച്ച് നേരായിട്ട് ചെയ്യാണ് അല്ലേ. ഹാഡ് ഹി നോൺ എന്താ? കണ്ടീഷണൽ ആണ്. കണ്ടീഷണൽ ആകുമ്പോൾ ഒന്നും മാറ്റണ്ട, അതേപോലെ എഴുതുക. ഹാഡ് ഐ നോൺ ഏർലിയർ ഐ വുഡ് ഹാവ് മെയ്ഡ് ദ നെസസറി അറേഞ്ച്മെന്റ്സ്. ആസ് സിമ്പിൾ as that. ആ റൂള് വെച്ചിട്ട് എത്ര ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുണ്ടോ? കണ്ടീഷണൽ സെന്റൻസ് ആണെങ്കിൽ ഡോണ്ട് ചേഞ്ച് എനിത്തിങ്, ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു ഡിസ്ഗൈസ്ഡ് ക്വസ്റ്റ്യൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ദ ഏജ്ഡ് മാൻ സെഡ് ടു മീ യു ആർ പ്രൊഫസർ കുമാർ സൺ ഐ സപ്പോസ്. ഇപ്പൊ ഇത് മലയാളത്തിൽ പറഞ്ഞു നോക്കിയേ. ഒരു വയസ്സായ ആൾ എന്നോട് ചോദിച്ചു, നീ ഇന്ന ആളുടെ മോണല്ലേ? ഐ സപ്പോസ് എന്താ? ആർ യു ഓർ ഇഫ് ഐ ആം എന്നുള്ളൊരു കാര്യമല്ലേ അത്. ഇഫ് ഐ ആം ഈ ആളുടെ മോനാണോ എന്ന് ചോദിച്ചു. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ഐഡന്റിഫൈ? നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്കും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? ഇല്ല. പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് എ ഡിസ്ഗൈസ്ഡ് ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പൊ ഡിസ്ഗൈസ്ഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ചെയ്യും? ഈ യു ആർ പ്രൊഫസർ കുമാർ സൺ ഐ സപ്പോസ് എങ്ങനത്തെ ക്വസ്റ്റ്യനാ? ഇറ്റ്സ് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ. നീ പ്രൊഫസർ കുമാറിന്റെ മോനാണോ? ദ ആൻസർ ക്യാൻ ബി എ യെസ് ഓർ എ നോ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാ? ഇഫ് ഓർ വെദർ ഇടണം. ഇത് ആദ്യം നമുക്ക് മനസ്സിലാവണം ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന്. അപ്പം പിന്നെ ഇറ്റ്സ് സിമ്പിൾ നോ. ദ ഏജ്ഡ് മാൻ എങ്ങനെ വരും? ദ ഏജ്ഡ് മാൻ ആസ്ക്ഡ് മീ. ഇഫ് ഓർ വെദർ ഇടണ്ടേ, ബിക്കോസ് ഇറ്റ്സ് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ. ഇതിപ്പോ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇഫ് ഐ എങ്ങനെ മാറ്റും? ഇഫ് ഐ വാസ് പ്രൊഫസർ കുമാർ സൺ. ഐ സപ്പോസിന് ഒന്നും ചെയ്യണ്ട. ഐ സപ്പോസിന് മാറ്റിയാനാണ് നമ്മൾ ഇവിടെ ഇഫ് ഇട്ടത്. ഈ ഐ സപ്പോസ് ഇസ് ദ ഇഫ് ദർ. ഐ സപ്പോസ് ആണ് അവിടെ നമ്മളെ ക്വസ്റ്റ്യനെ ഒളിപ്പിച്ച് വെച്ചത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കൺവേ ആവുന്നത്. ഐ സപ്പോസ് ഇസ് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. ഐ തിങ്ക് വി ഹാവ് വൺ മോർ എക്സാമ്പിൾ അവിടെ ഫോർ എ ഡിസ്ഗൈസ്ഡ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ എന്താ? ഡിസ്ഗൈസ്ഡ് ഇംപറേറ്റീവ് സെന്റൻസ് ആണ് പറയുന്നത്. ഇംപറേറ്റീവ് സെന്റൻസ് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞത് ഓർഡറും കമാൻഡും അതൊക്കെയാണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ. ഹി സെഡ് വെയിറ്റർ വിൽ യു ഗെറ്റ് മീ സം ബ്രെഡ് ആൻഡ് ചീസ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലേ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ക്വസ്റ്റ്യൻ ആണ്, ഉടനെ നമുക്ക് ഇൻഡയറക്റ്റിലോട്ട് മാറ്റാം. ഐ ആസ്ക്ഡ് ദ വെയിറ്റർ അല്ല. എന്താണ്? ഇറ്റ്സ് എൻ ഇംപറേറ്റീവ്. നമ്മൾ ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്യാണ് നമ്മുടെ വെയിറ്ററിനോട്. വി ആർ ആസ്കിങ്, വി ആർ റിക്വസ്റ്റിംഗ് ഓർ വി ആർ ഡിമാൻഡിങ് ദാറ്റ് വി ഗെറ്റ് ബ്രെഡ് ആൻഡ് ചീസ്. പക്ഷെ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതുകൊണ്ട് ഇറ്റ് ലുക്സ് ലൈക്ക് എ ക്വസ്റ്റ്യൻ. വാട്ട് ഇറ്റ് ഇസ്? ഇറ്റ്സ് എൻ ഇംപറേറ്റീവ് സെന്റൻസ്. ഇംപറേറ്റീവ് സെന്റൻസ് എങ്ങനെയാക്കും? ഹി ഓർഡേർഡ് ദ വെയിറ്റർ. ഇംപറേറ്റീവിന് എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞേ? ഹൗ ഷുഡ് യു എങ്ങനെ ചേഞ്ച് ചെയ്യണം? ടു അല്ലേ. ടു ഇമ്പോർട്ടന്റ് ആണ്. ടു ഗെറ്റ് ഹിം സം ബ്രെഡ് ആൻഡ് ചീസ്. ഓക്കെ ആണോ? ഹി ഓർഡർഡ്, ബിക്കോസ് ഇറ്റ്സ് എ ഡിസ്ഗൈസ്ഡ് ഇംപറേറ്റീവ് ആണ്. അപ്പൊ ഓർഡർ വരണ്ടേ? ഹി ഓർഡേർഡ് ദ വെയിറ്റർ, ഇംപറേറ്റീവ് ആയതുകൊണ്ട് ടു ഗെറ്റ് ഹിം സം ബ്രെഡ് ആൻഡ് ചീസ്. ഡിസ്ഗൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും പഠിച്ചു, ഡിസ്ഗൈസ്ഡ് ആയിട്ടുള്ള ഇംപറേറ്റീവ് സെന്റൻസും പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഡിസ്ഗൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പഠിച്ചത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് വി ഷുഡ് മേക്ക് ഇറ്റ് ഇഫ് ഓർ വെദർ. ഇവിടെ അത് ഡിസ്ഗൈസ്ഡ് ഇംപറേറ്റീവ് ആയതുകൊണ്ട് ഓർഡേർഡും കൊടുക്കണം, ഈ ടൂവും കൊടുക്കണം. സിമ്പിൾ ഇസ് ദാറ്റ്. അത് കഴിഞ്ഞ് വൺസ് വി ഐഡന്റിഫൈ വാട്ട് കൈൻഡ് ഓഫ് എ തിങ് ഇസ്, പിന്നെ നമ്മൾ മുന്നേ പഠിച്ച റൂൾസ് തന്നെ അവിടെ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രേസൽ വെർബ് ആണ്. The investigation was dash after new evidence emerged. പുതിയ ഇൻവെസ്റ്റിഗേഷൻ നടക്കാണ്, പുതിയൊരു എവിഡൻസ് നമുക്ക് കിട്ടി. കോൾഡ് ഓഫ് എന്താ? ക്യാൻസൽ ചെയ്തു എന്നാണ്. അതല്ലല്ലോ ഇവിടുത്തെ മീനിങ്. നമ്മൾ പുതിയ എവിഡൻസ് കിട്ടുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ക്യാൻസൽ ചെയ്യില്ലല്ലോ. കോൾഡ് ഓഫ് അല്ല. പിക്ഡ് അപ്പ്. പിക്ഡ് അപ്പ് എന്ന് എടുത്തു. ടേക്കൺ അപ്പ്. ടേക്കൺ അപ്പ് എന്ന് പറഞ്ഞാൽ യു സ്റ്റാർട്ടഡ് സംതിങ്. റിവൈവ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു സാധനം വീണ്ടും ഉണ്ടാക്കി. അങ്ങനെയൊന്നും ഇവിടെ ആലോചിക്കുന്നില്ലല്ലോ. Taken up ആണ് ഉത്തരം. The investigation was taken up after new evidence emerged. That's all. Next question. Fixed proposition ആണ്. എന്താണ്? The biochemist insisted dash conducting a double blind trial before publication.
ഇൻസിസ്റ്റ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഓൺ. ഇറ്റ്സ് എ ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻ റൂൾ ആണ്. ഇൻസിസ്റ്റ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഓൺ. അത് പഠിച്ചു വെച്ചാൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞ എന്തായിരുന്നു വേറെ എക്സാമ്പിൾസ്? മിസ്റ്റേക്കൺ ഫോർ, കേപ്പബിൾ ഓഫ്, ഇതൊക്കെ ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻ ആണ്. യു കാൺ ചേഞ്ച് ഇറ്റ്. അപ്പം ഇൻസിസ്റ്റ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഓൺ. അപ്പോൾ ബയോകെമിസ്റ്റ് ഇൻസിസ്റ്റഡ് ഓൺ കണ്ടക്ടിങ് എ ഡബിൾ ബ്ലൈൻഡ് ട്രയൽ ബിഫോർ പബ്ലിക്കേഷൻ എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, error spotting again. It was at the summit in Vienna where the treaty was officially ratified, thereby bringing to an end decades of political uncertainty in the region. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ചില വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് ദാറ്റ് വരണം എന്ന്. സൂപ്പർലേറ്റീവ്സ് വരുമ്പോൾ ഷേക്സ്പിയർ ഇസ് the most famous English playwright that influenced a lot of generations. All that glitters is not gold. Any question that you need, all any same thing ആണ്. It was at that summit എന്ന് പറയുമ്പോൾ it should be followed by a that. It was at the summit in Vienna that the treaty was officially ratified. അതാണ് അവിടുത്തെ എറർ. ഇപ്പൊ സെക്കൻഡ് പാർട്ടിലാണ് എറർ ഉള്ളത്. ബിക്കോസ് ഇറ്റ് വാസ് എന്ന് പറഞ്ഞൊരു സെന്റൻസ് തുടങ്ങിയാൽ യു ഷുഡ് ഫോളോ ഇറ്റ് വിത്ത് ദാറ്റ്. ഓക്കെ ആണല്ലോ? ഐ ഹോപ്പ് നിങ്ങൾ റൂൾസ് ഒക്കെ എഴുതി വെക്കുന്ന ഒരു ബുക്കിൽ നേരത്തെ നമ്മൾ അതൊക്കെ എഴുതിയില്ലേ, അതിന്റെ കൂട്ടത്തിൽ യു ആഡ് ദിസ് ഓൾസോ സോ ദാറ്റ് ഇറ്റ്സ് ഈസി ഫോർ യുവർ റിവിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോമോണിം. ലൈക്ക് ഐ സെഡ്, ഇപ്പോഴത്തെ ഫേവറേറ്റ് സാധനമാണ്. ഹോമോണിമിൽ ചോദിച്ചേക്കുന്ന വേർഡ് ഇസ് ഫീഫ്. ദ നോബിൾമാൻ റിസീവ്ഡ് എ സെറമോണിയൽ ഫീഫ് ഫ്രം ദ സോവറിൻ. ഫീഫ് എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് ലാൻഡ് ആണ്. ദാറ്റ് ഇസ് ഗിവൺ ടു ആസ് ലൈക്ക് ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്ന ലാൻഡ്. ഒരു നമ്മൾ പണ്ട് മുഗൾസിന്റെ ഒക്കെ പീരീഡിൽ ഇക്ത കൊടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലത്തെ പോലെ ഒരു ലാൻഡ് ദാറ്റ്സ് ഗിവൺ ആസ് എ ഗിഫ്റ്റ് ഓർ ഗിവൺ ഫോർ ഫ്രീ ആണ് ഫീഫ് എന്ന് പറയുന്ന സാധനം. അപ്പൊ നോക്കിയേ, അത് വെച്ച് നോക്കുമ്പോ എന്താ, ദ ഫാമർ ലീസ്ഡ് ദ ഫീഫ്. അയാൾക്ക് കിട്ടിയ ലാൻഡ് അയാൾ ലീസിന് കൊടുത്തു. ദ ലോ സ്റ്റുഡന്റ് കൺഫ്യൂസ്ഡ് ഫീഫ് വിത്ത് ഡീഡ് ട്രാൻസ്ഫർ. അയാൾ എന്തോ ചെയ്തതിന് പകരം കിട്ടിയതാണ് ഈ ഫീഫ് എന്ന് അയാൾ കൺഫ്യൂസ്ഡ് ചെയ്തു. ദ എഞ്ചിനീയർ കാലിബ്രേറ്റഡ് ദ ഹൈഡ്രോളിക് ഫീഫ്. ഹൈഡ്രോളിക് ഫീഫ് എന്താ? ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെന്റ്. അപ്പം ദാറ്റ്സ് നെവർ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ നമ്മൾ പറഞ്ഞ വേർഡ് അല്ലല്ലോ അത്. ദാറ്റ് ഇസ് ദ ഹോമോണിം. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാനേജർ ഇസ് ആംഗ്രി ഓൺ ദ ക്ലർക്ക്. തെറ്റാണ്. ആംഗ്രി ഓൺ ഒരിക്കലും വരില്ല. ആംഗ്രി ക്യാൻ ബി ഹാവിംഗ്, ആംഗ്രി ഇസ് യൂസ്ഡ് വിത്ത് യൂഷ്വലി രണ്ടെണ്ണം. ആംഗ്രി വിത്തും ഉണ്ട്, ആംഗ്രി അറ്റും ഉണ്ട്. വിത്ത് എന്താണ്? ആംഗ്രി വിത്ത് സംബഡി ആണ് അല്ലേ? പക്ഷെ ആംഗ്രി അറ്റ് സംതിങ് ആണ്. സോ വെൻ യു ആർ ആംഗ്രി വിത്ത് എ പേഴ്സൺ ആണെങ്കിൽ എന്ത് പറയണം? ഇറ്റ്സ് എ വിത്ത്. യു ആർ ആംഗ്രി വിത്ത് എ പേഴ്സൺ. ഇവിടെ വിത്ത് ക്ലർക്ക് ഒരു പേഴ്സൺ അല്ലേ? അപ്പൊ എന്ത് വരും? ആംഗ്രി വിത്ത് വരും. ആംഗ്രി അറ്റ് ആണെങ്കിൽ ഐ ആം ആംഗ്രി അറ്റ് ദ സിറ്റുവേഷൻ. സിറ്റുവേഷൻ സംതിങ്, റൈറ്റ്? അപ്പം അതൊരു പേഴ്സൺ അല്ല. അപ്പം ആംഗ്രി അറ്റ് ദ സിറ്റുവേഷൻ, ആംഗ്രി വിത്ത് സംബഡി. That's how the rule. അപ്പൊ ഇവിടെ മാനേജർ is angry with the clerk. Next question. ഇഡിയത്തിന്റെ മീനിങ് ആണ് gall and wormwood. Very very commonly asked question ആണ് gall and wormwood, which means deep frustration or resentment. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. gall and wormwood means deep frustration and resentment. നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. resentment means what? resentment എന്ന് പറഞ്ഞാൽ എന്താ? ആങ്കർ ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കറസ്പോണ്ടിങ് ഡയറക്റ്റ് സ്പീച്ച് ആണ് ചോദിച്ചേക്കുന്നത്. ദ ലോയർ സെഡ് ദാറ്റ് ഹാഡ് ദ എവിഡൻസ് ബീൻ ടാമ്പേർഡ്. അഗൈൻ എന്താണിത്? കണ്ടീഷണൽ ആണ് അല്ലേ? കണ്ടീഷണൽ സെന്റൻസ് ആയതുകൊണ്ട് ദ ലോയർ സെഡ് ദാറ്റ് ഹാഡ് ദ എവിഡൻസ് നോട്ട് ബി ടാമ്പേർഡ് വിത്ത് ദ വേർഡിറ്റ് കുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. അതേപോലെ എവിടെ ഉള്ളതൊന്നും മാറ്റാതെ ഹാഡ് ദ എവിഡൻസ് നോട്ട് ബീൻ ടാമ്പേർഡ് വിത്ത് ദ വേർഡിറ്റ് കുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. സെയിം തിങ്. നമ്മളൊരു ആറാമത്തെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് കണ്ടീഷണൽ. സെയിം സാധനം എഴുതി വെച്ചാൽ മതി. നോ ചേഞ്ച് അറ്റ് ഓൾ. Next question. Keeps a good table. എന്താണ് keeps a good table? Serves generous and high quality meals. നമ്മളെ വീട്ടിൽ വരുമ്പോൾ അമ്മമാര് നല്ല ഫുഡ് ഫുൾ ടേബിളിൽ സെറ്റ് ആക്കി വെക്കുന്നതിനാണ് keeps a good table എന്ന് പറയുന്നത്. Serves generous and high quality meals ആണ്. When you keep a good table, she is known to keep a good table എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയാൽ എപ്പോഴും നല്ല സൂപ്പർ ഫുഡ്, എപ്പോഴും ഡെലിഷ്യസ് മീൽ കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
hoist with one's own petard. ഇതിന്റെ ഇഡിയത്തിന്റെ മീനിങ് ആണ്. വാട്ട് ഇസ് എ പെറ്റാർഡ്? പെറ്റാർഡ് ഇസ് എ സ്മോൾ എക്സ്പ്ലോസീവ്, അല്ലെങ്കിൽ ഒരു ബോംബില്ലേ ഈ സിനിമയിലൊക്കെ നമ്മൾ ഡോറ് പൊളിച്ച് കയറാൻ വേണ്ടി ഡോറിന്റെ അവിടെ ഒരു കൊച്ചു ബോംബ് വെച്ച് പൊട്ടിക്കില്ലേ, ദാറ്റ് ഇസ് കോൾഡ് എ പെറ്റാർഡ്. ഹോയിസ്റ്റ് വിത്ത് വൺസ് ഓൺ പെറ്റാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹി ഈസ് ഡിസ്ട്രോയിഡ് ബൈ ഹിസ് ഓൺ, അവനവൻ കുഴിച്ച കുഴിയിൽ അവൻ വീഴുന്നതിനെയാണ് ഹോയിസ്റ്റ് വിത്ത് വൺസ് ഓൺ പെറ്റാർഡ്. പെറ്റാർഡ് ഒരു ബോംബാണ്, നമ്മൾ നമ്മുടെ മേലത്ത് തന്നെ ആ ബോംബ് വെച്ച് പൊട്ടിച്ചു എന്ന് ആലോചിച്ചാൽ മതി. സോ ഈസ് ഡിസ്ട്രോയിഡ് ബൈ ഹിസ് ഓൺ ട്രാപ്പ് ഓർ സ്കീമാണ് ഹോയിസ്റ്റ് വിത്ത് വൺസ് ഓൺ പെറ്റാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nothing short of a paradigm shift will dash the entrenched bureaucratic inertia. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആകെ മൊത്തം ഫുൾ മാറ്റണം, അതാണ് പാരഡൈം ഷിഫ്റ്റ്. ഫുൾ പാറ്റേൺ മാറ്റിയെടുത്താലേ നമ്മുടെ ബ്യൂറോക്രാറ്റ്സിയിലുള്ള ഇനേർഷ്യ നമുക്ക് മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. പെർസ്വേഡ് ആണോ? അല്ല. പെർസ്വേഡ് ഇസ് ടു ഫോഴ്സ് സമ്മൺ. ഡിസ്ലോഡ്ജ് വുഡ് ബി കറക്റ്റ്, ബിക്കോസ് എന്താ, അതിനെ മാറ്റണം നമുക്ക് അല്ലേ. അപ്പോൾ ഡിസ്ലോഡ്ജ് ചെയ്യണത് ഇസ് കറക്റ്റ്. ഡിസൊല്യൂഷനും ഡിസ്വേഷനും ഒന്നും അല്ല. So nothing short of a paradigm shift will dislodge, completely break the entrenched bureaucratic inertia. Okay അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് കുറച്ച് റിപ്പോർട്ടിംഗ് വേർബ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം പഠിക്കാം. നോക്കിയേ, കുറച്ച് റൂൾസ് നമ്മൾ റിവൈസ് ചെയ്യാണ്, വിച്ച് ആർ കോമൺലി ആസ്ഡ്. നോക്കിയേ, ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഇസ് ഇൻ ദ പ്രസന്റ് ഓർ ഫ്യൂച്ചർ ടെൻസ്. ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് ഏതാ? ഇതല്ലേ, സേസ്, have said, will say. ഇതെന്താ? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ. ഞാനിവിടെ പറഞ്ഞേക്കുന്നത് എന്താ? പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആണ് റിപ്പോർട്ടിംഗ് വേർബ് എങ്കിൽ ഷുഡ് നോട്ട് ചേഞ്ച്. ഡയറക്റ്റ് സ്പീച്ച് ഒന്നും മാറ്റരുത്. ഹി സേസ് ഐ ആം നോട്ട് റിച്ച്, ജസ്റ്റ് ദാറ്റ് എന്നുള്ളൊരു കണക്ടർ ഇല്ലേ, അത് അവിടെ ഇടുക. ഹി സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് റിച്ച്. ആ ഈസിനെ ഒന്നും മാറ്റരുത്, ഡയറക്റ്റ് സ്പീച്ചിൽ ഒന്നും മാറ്റാണ്ട് ചെയ്യാം. You have said that I am always late. You have said that you are always late. തീർന്നു, അത്ര എഴുതിയോ? അങ്ങനെ എഴുതിയാൽ മതി. ടെൻസ് ഒന്നും മാറ്റരുത്. She will say I did not say anything. She will say that she did not say anything. അവിടെ മറ്റേ she had not said എന്നൊന്നും എഴുതരുത്, because ഈ റിപ്പോർട്ടിംഗ് വേർബ് ഓൾവേസ് കീപ് ഇൻ മൈൻഡ്, if it's in present or future tense, you should not change the indirect speechലെ tense. ഇനി കുറച്ച് എക്സാമ്പിൾസ് കൂടെ ചെയ്യാം. നോക്കിയേ, I have heard the podcast before. Neeta says. എന്താണ് അപ്പൊ ഇതിൽ പറയാ? നീത സേസ് എന്നല്ലേ പറയണേ. സേസ് എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്. വാട്ട് ഇസ് ദ റൂൾ ദാറ്റ് വി ജസ്റ്റ് ലേൺ? പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡോണ്ട് ചേഞ്ച് എനിത്തിങ്. നീത സേസ് ദാറ്റ് ഷീ ഹാവ് തന്നെ, അവിടെ ഒന്നും മാറ്റരുത്. ഷീ ഹാവ് ഹേർഡ് ദ പോഡ്കാസ്റ്റ്. ഇവിടെ നോക്കൂ, സർജൻ says ആണ്, which is in the present tense. അപ്പോൾ എന്തോ, the surgeon says that I should not get anesthesia for the surgery. അടുത്ത നോക്കിയ ഒരു ക്വസ്റ്റ്യൻ കൂടെ, the last question ആണ്. He will say that he is okay. എങ്ങനെ മാറ്റും? He will say എന്താടാ? ഫ്യൂച്ചർ ടെൻസ് അല്ലേ. So what is the rule that we said? ഫ്യൂച്ചറിലൊന്നും മാറ്റണ്ട. So he will said that he is okay എന്ന് തന്നെ അല്ലേ. അപ്പം he will say, I am okay. ഐ ആണല്ലോ, അപ്പൊ ഐ ആം ഓക്കെ എന്ന് പറയാം. ഐ ഈസ് ഓക്കെ നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ. സോ ഹി വിൽ സേ ഐ ആം ഓക്കെ. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ബേസിക് ആയിട്ട് ചോദിച്ച വെറൈറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നോക്കിയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് റൂൾസ് വരുമ്പോൾ വേറെ വീഡിയോയിൽ കാണാം. സോ എല്ലാവരും ഇത് റിവൈസ് ചെയ്തിട്ട് സെറ്റ് ആക്കണം. താങ്ക് യു.